ഹലോ, ഞങ്ങൾ തുടങ്ങാൻ പോവുകയാണ്. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ നിശബ്ദരായി നിന്ന് ഞങ്ങളോട് സഹകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കലാസ്നേഹികളെ, ഹഡേഴ്സ്ഫീൽഡ് സെയിന്റ് തോമസ് വാർഡും സെയിന്റ് ജോൺ പോൾ സെക്കൻഡ് വാർഡും സംയുക്തമായി അവതരിപ്പിക്കുന്നു വിശ്വാസത്തിന്റെ നാൾ വഴികളിലൂടെ ഒരു ദൃശ്യാവിഷ്കാരം. യേശുക്രിസ്തു മാനവരക്ഷയ്ക്കായി ഭൂമിയിൽ അവതരിച്ച ദൈവപുത്രൻ തന്റെ സുവിശേഷ ദൗത്യം ഭൂമിയിൽ തുടരുന്നതിന് 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. അവർ കടന്നുപോയ വഴികളിൽ അനേകം പേർ സൗഖ്യപ്പെട്ടു. യേശുവിൽ വിശ്വസിച്ചവരെല്ലാം രക്ഷ പ്രാപിച്ചു. ഒരു നാൾ സ്വന്തം ശിഷ്യനാൽ ഒറ്റിക്കൊടുക്കപ്പെട്ട് ആ ദൈവപുത്രൻ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു. മരണത്തെ ജയിച്ച് 3-ാം നാൾ ഉത്ഥിതനായ യേശു ശിഷ്യന്മാർക്ക് സഹായകനെ വാഗ്ദാനം ചെയ്തു. യൂദാസിന് പകരം തിരഞ്ഞെടുക്കപ്പെട്ട മത്തിയാസും മറ്റു സ്ലീഹന്മാരും മാതാവും ഒന്നുചേർന്ന് പ്രാർത്ഥിച്ച് സഹായകനായ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. അവർ തീഷ്ണതയാൽ ജ്വലിച്ച് ലോകത്തിന്റെ നാനാ ദിക്കുകളിലേക്ക് യാത്രയായി. യേശുവിന്റെ പാർശ്വത്തിൽ കൈവയ്ക്കുകയും എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് പറഞ്ഞ് തന്റെ അടിയുറച്ച വിശ്വാസം പ്രഖ്യാപിക്കുകയും ചെയ്ത ആ ശിഷ്യൻ തോമസ് ലീഹ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടത് ഭാരതത്തിലേക്കാണ്. അങ്ങനെ തോമസ് ലീഹ കേരളത്തിൽ വന്നിറങ്ങി. അവിടെയുള്ള ജനങ്ങളോട് അദ്ദേഹം സുവിശേഷം അറിയിക്കുകയും അവർക്ക് ജ്ഞാനസ്നാനം നൽകുകയും ചെയ്തു. വിശ്വാസം സ്വീകരിച്ച സഭാമക്കൾക്ക് വേണ്ടി അദ്ദേഹം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 7 പള്ളികൾ സ്ഥാപിച്ചു. Hey
അനേകരെ യേശുവിന് വേണ്ടി നേടിയ തോമസ് ലീഹ മൈലാപ്പൂരിൽ വെച്ച് രക്തസാക്ഷിത്വം വരിച്ചു. തോമസ് ലീഹായുടെ വിശ്വാസ തീക്ഷ്ണത ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിലെ സഭ കാലഘട്ടങ്ങളിലൂടെ വളർന്നു. കാലത്തിനനുസരിച്ച് നമ്മൾ പരിഷ്കൃതരായപ്പോഴും നമ്മുടെ വിശ്വാസ പാരമ്പര്യം നമ്മൾ കൈവിടാതെ സൂക്ഷിച്ചു. ഈ വിശ്വാസ സമൂഹം ഒരു വലിയ ജനതയായി മാറി. അവരിൽ പലരും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തേടി വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുവാൻ തുടങ്ങി. അതിൽ ഒരു വലിയ വിഭാഗം യാത്രയായത് UK-യിലേക്കാണ്. അങ്ങനെ UK-യിൽ എത്തിയ വിശ്വാസ സമൂഹം ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിനുള്ള ബന്ധപ്പാടുകളിലൂടെ കടന്നുപോയപ്പോൾ അവർക്ക് പ്രത്യാശ നൽകിയതും അവരെ ശക്തിപ്പെടുത്തിയതും അവരുടെ ഉള്ളിലെ വിശ്വാസാഗ്നിയായിരുന്നു. ആ വിശ്വാസം കെടാതെ സൂക്ഷിക്കുവാൻ സഹായിച്ചത് സമീപ സ്ഥലങ്ങളിലുള്ള ലാറ്റിൻ ദേവാലയങ്ങളും അതുപോലെ പലയിടത്തും രൂപം കൊണ്ട പ്രാർത്ഥനാ കൂട്ടായ്മകളുമാണ്. ഇങ്ങനെ UK-യിൽ ഉടനീളം ചിതറിക്കിടന്ന സഭാമക്കളെ മാതൃസഭയോട് ചേർത്ത് നിർത്തി വിശ്വാസ പാരമ്പര്യത്തിൽ ഒരു സമൂഹമായി വളർത്തുവാൻ വേണ്ടി സീറോ മലബാർ സഭ ഇടയന്മാരെ അയച്ചു. ഈ ദൗത്യവുമായി ലീഡ്സിലെയും സമീപ പ്രദേശങ്ങളിലെയും വിശ്വാസികളുടെ ഇടയിലേക്ക് വന്നത് ഫാദർ ജോസഫ് പൊന്നേത്തായിരുന്നു. അച്ഛനിലൂടെ ദൈവം ആ സമൂഹത്തെ വളർത്തി ഒരു ദേവാലയത്തിൽ കീഴിൽ ഒരുമിപ്പിച്ചു. ജോസഫ് അച്ഛനിലൂടെ തുടക്കമിട്ട ഈ ദൗത്യം പിന്നീട് ഏറ്റെടുക്കുവാൻ നിയോഗിക്കപ്പെട്ടത് മാത്യു മുളയൂരിൽ അച്ഛനായിരുന്നു. UK-യിൽ വളർന്നു വരുന്ന സീറോ മലബാർ കൂട്ടായ്മകളെ ഏകോപിപ്പിക്കുന്നതിനും
അതുവഴി ആഗോള കത്തോലിക്ക സഭയെ ശക്തിപ്പെടുത്തുന്നതിനുമായി ഫ്രാൻസിസ് മാർപ്പാപ്പ സീറോ മലബാർ എപ്പാർക്കി ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ സ്ഥാപിച്ചു. മാർ ജോസഫ് സ്രാമ്പിക്കൽ ആ രൂപതയുടെ ബിഷപ്പായി സ്ഥാനാരോഹണം ചെയ്യപ്പെട്ടു. മാത്യു അച്ഛന്റെ നേതൃത്വത്തിൽ ലീഡ്സ് കൂട്ടായ്മ വളർന്നു. സെയിന്റ് മേരീസ് ചാപ്ലൻസി സെയിന്റ് മേരീസ് മിഷൻ ആയി മാറി. അധികം വൈകാതെ ആ ദേവാലയം സ്വന്തമായി വാങ്ങുവാൻ ദൈവം ആ കൂട്ടായ്മയെ അനുഗ്രഹിച്ചു. അതിനുശേഷം സെയിന്റ് മേരീസ് മിഷൻ സെയിന്റ് മേരീസ് ആൻഡ് സെയിന്റ് വിൽഫ്രഡ്സ് പാരിഷായി പ്രഖ്യാപിക്കപ്പെട്ടു. ഈ ഇടവകയെ മുന്നോട്ട് നയിക്കുവാൻ പിന്നീട് ദൈവം തിരഞ്ഞെടുത്തത് ജോസ് അന്ത്യാംകുളം അച്ഛനെയാണ്. ജോസ് അച്ഛന്റെ ശക്തമായ ആത്മീയ നേതൃത്വത്തിൽ ലീഡ്സ് വിശ്വാസ സമൂഹം അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്നു. തോമസ് ശ്ലീഹായുടെ കൈവെപ്പ് വഴി പകർന്നു കിട്ടിയ ശ്ലൈഹിക ചൈതന്യം ഇടമുറിയാതെ ജോസ് അച്ഛനിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ഇന്നും ലഭ്യമാകുന്നു. ജോസ് അച്ഛൻ നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നതായിരിക്കും. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ രക്ഷകനും നാഥനുമായ യേശുക്രിസ്തുവിനാൽ സ്ഥാപിതമായ പരിശുദ്ധ കത്തോലിക്ക സഭ 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കപ്പെടുകയുണ്ടായി. കാലത്തിന്റെ പൂർണ്ണതയിൽ ലീഡ്സ് ഇടവകയിലൂടെ ആ ദൗത്യം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. സെന്റ് മേരീസ് ആൻഡ് സെന്റ് വിൽഫ്രഡ് കത്തോലിക്ക സഭയിലെ അംഗങ്ങളായ നിങ്ങളിലൂടെയെല്ലാം യേശുവിന്റെ സ്നേഹ സന്ദേശം ലോകമെങ്ങും പ്രചരിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇവർ സ്വീകരിച്ച വിശ്വാസത്തിന്റെ കണികൾ നിങ്ങളിലൂടെ ലോകത്തിന്റെ എല്ലാ വിവിധ ഭാഗങ്ങളിലേക്കും എത്തപ്പെടട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഗ്നി നിങ്ങളിലൂടെ എല്ലാം കത്തി ജ്വലിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ വിശ്വാസത്തിന്റെ ജോലി തുടരുവാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. ഭാരത സംസ്കാരത്തിൽ ഹൃദയം കൊണ്ടൊരു നവജനത ഹിന്ദി സമതൻ മഹിതചരിത്രം സാന്ദ്രം ശ്രേഷ്ഠം ദീപ്തം സീറോ മലബാർ സഭയുടെ കലയർ മാർത്തോമായുടെ മക്കൾ ഘോഷിക്കുകയായി ലോകം മുഴുവൻ ഒരു ജനമായി തിരുവചനം ഭാരത സംസ്കാരത്തിൽ ഹൃദയം